മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ നെഗറ്റീവ് എന്തെന്ന് വെച്ചാല് സ്കിൻ ടോണും മാച്ച് ആയി പോകുന്ന ഒരു ഷെയ്ഡും കൂടിയാണിത്. പക്ഷേ എനിക്കത് വന്നില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ കുറെ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറെ റിവ്യൂസ് ഉള്ള രണ്ട് ലിപ്സ്റ്റിക്സിന്റെയും അതേപോലെ ഒരു ലിപ് ഗ്ലോസിന്റെയും പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒത്തിരി ഇങ്ങനെ വലിച്ചിട്ട് സംസാരിക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഈ 3 പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു മേക്കലിന്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന് ഷെയ്ഡ് വരുന്നത് 903 മിഡ് നൈറ്റ് ഡേറ്റ് എന്നുള്ള ഷെയ്ഡാണ്. ഇത് ശരിക്കും ഒരു റെഡിഷ് മെറൂൺ കളർ അതേപോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടോണും മാച്ച് ആയി പോകുന്ന ഷെയ്ഡും കൂടിയാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കിട്ടുന്നില്ല. ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ക്രീമി ടെക്സ്ചർ ആണ് വരുന്നത്. ഡ്രൈ ലിപ്സും പിഗ്മെന്റ് ലിപ്സും ഉള്ളവർക്ക് നല്ല രീതിയിൽ സെറ്റ് ആയി പോകുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. അപ്പം ഇതേപോലാണ് ഷെയ്ഡ്. അത്യാവശ്യം എല്ലാ സ്കിൻ ടോണും മാച്ച് ആയി പോകുന്ന ഒരു ഷെയ്ഡാട്ടോ. കാരണം ഒരു മെറൂൺ റെഡിഷ് കളറാണ് വരുന്നത്. ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടും ട്രാൻസ്ഫർ ആവും. കണ്ടില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതർവൈസ് ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. അത് മാത്രമല്ല നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഇത് അവൈലബിളും ആണ്. എനിക്ക് തോന്നുന്നു 230 സംതിങ് അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. എന്തായാലും ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് വൺ ഒരു ഇൻസൈറ്റിന്റെ മാൽദീവ്സ് 8 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് കഴിഞ്ഞു, കുറച്ചും കൂടിയേ ഉള്ളൂ ഇതിനകത്ത്. ഇത് ഞാൻ ഇട്ടേക്കുന്നത് കണ്ടിട്ട് ഇതിന്റെ പിറ്റേ ദിവസം തന്നെ എന്റെ ഫ്രണ്ട് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളി ഒരു ഷെയ്ഡാണ്. അത് മാത്രമല്ല ഇത് എല്ലാ സ്കിൻ ടോണും മാച്ച് ആയി പോകുന്ന ഒരു ഷെയ്ഡാട്ടോ. ഇത് ഞാനൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് അത്യാവശ്യം തീർന്ന്. അപ്പൊ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. നമ്മളൊന്ന് ലിപ് ലൈൻ ഒക്കെ ചെയ്ത് ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് അത്യാവശ്യം ഒരു മാറ്റ് ഫിനിഷ് ആണ് തരുന്നത്. അത് മാത്രമല്ല നല്ല ലോങ് ലാസ്റ്റിംഗ് കൂടിയാണ്. പക്ഷേ ഇതിന്റെ നെഗറ്റീവ് എന്താന്ന് വെച്ചാല് ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ലിപ്സിൽ നിന്ന് ഇങ്ങനെ എന്തോന്ന് പൊരി പൊരി പോലെ ഇങ്ങനെ ഇളകി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നിയ നെഗറ്റീവാ, മീൻസ് എനിക്കുണ്ടായ നെഗറ്റീവാ. ചിലപ്പം നിങ്ങൾക്ക് തന്നെ ആവണമെന്നില്ല. അതർവൈസ് ഇത് അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ. നെക്സ്റ്റ് വൺ ഒരു മാഴ്സിന്റെ ലിപ് ഗ്ലോസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറെ പേരുടെ റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് ഈ ഒരു ഐറ്റം വാങ്ങിയത്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ചെറിക്കോള എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പക്ഷേ എനിക്ക് ഇട്ടിട്ട് ഇത്രയും വലിയ ഹൈപ്പുള്ളൊരു ഐറ്റം ആയിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് ഒട്ടും അങ്ങനെ അധികം ഇഷ്ടമായില്ല. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. എന്തായാലും ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ആ വീഡിയോയിലൊന്നും കണ്ടാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു പിഗ്മെന്റ് ലിപ്സിനൊന്നും സെറ്റായി പോകാത്തൊരു ഐറ്റം ആണിത്. എന്റെ അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് എനിക്ക് സെറ്റ് ആവാത്തത്. സോ പിഗ്മെന്റ് ലിപ്സ് ഉള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട. ഇപ്പൊ പിഗ്മെന്റ് ലിപ്സ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ലിപ് ഗ്ലോസ് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ബ്രൗൺ കളർ ഷെയ്ഡ് ലിപ്സ്റ്റിക്സിന്റെ കൂടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം റെഡ് ലിപ്സ്റ്റിക്സിന്റെ ഒക്കെ കൂടെ ഒരു ക്ലിയർ ലിപ് ഗ്ലോസ് എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതേപോലെ നമുക്കിത് യൂസ് ആക്കാം കേട്ടോ. അപ്പൊ ഈ 3 പ്രൊഡക്ട്സിനും 250 രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ. അപ്പം വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡ്സിന്റെ റിവ്യൂസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.